BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ഡിജിറ്റൽ പ്രവേശനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന്റെ നടപടിക്രമങ്ങൾ ലളിതമാക്കുന്നതിന്റെ ഭാഗമായി 27 പരിസ്ഥിതി സേവനങ്ങൾ സുപ്രീം കൗൺസിൽ ഫോർ എൻവിയോൺമെന്റ് ഡിജിറ്റലാക്കി. പാരിസ്ഥിതിക നിയന്ത്രണവും സംരക്ഷണവുമായി ബന്ധപ്പെട്ട 11 സേവനങ്ങൾ, പരിസ്ഥിതി വിലയിരുത്തലിനും ലൈസൻസിംഗിനുമുള്ള 8 സേവനങ്ങൾ, റേഡിയേഷൻ മാനേജ്മെന്റിനുള്ള 7 സേവനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഹമദ് രാജാവിന്റെ വികസന നയങ്ങൾക്കനുസൃതമായി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ നിർദ്ദേശപ്രകാരം രാജ്യത്തിന്റെ ഡിജിറ്റൽ പരിവർത്തനം മെച്ചപ്പെടുത്തുന്നതിനുള്ള വിപുലമായ ദേശീയ പദ്ധതിയുടെ ഭാഗമാണ് ഈ ശ്രമങ്ങൾ. 24 സർക്കാർ സ്ഥാപനങ്ങളിൽ 500 സേവനങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. സേവനങ്ങളുടെ ഡിജിറ്റലൈസേഷൻ നടപടിക്രമങ്ങൾ ലഘൂകരിക്കുക, പേപ്പർ വർക്കുകൾ കുറയ്ക്കുക, എല്ലാ ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമുകളിലും തടസ്സമില്ലാത്ത സേവനം ഉറപ്പാക്കുക എന്നിവയാണ് ലക്ഷ്യമിടുന്നത്. ഡിജിറ്റൽ സേവനങ്ങളിലേക്കുള്ള നിർണായക നടപടിയാണിതെന്ന് എണ്ണ പരിസ്ഥിതി മന്ത്രി മുഹമ്മദ് ബിൻ മുബാറക് ബിൻ ദൈന അഭിപ്രായപ്പെട്ടു. അപേക്ഷാ നടപടിക്രമങ്ങളുടെ ഘട്ടങ്ങൾ പരമാവധി 4 ചുരുക്കാനും പ്ലാറ്റ്ഫോമുകളിലുടനീളമുള്ള സേവന വിവരങ്ങൾ ഏകീകരിക്കാനും ഇതിനിടയാക്കും. മാലിന്യ സംസ്കരണ ലൈസൻസിംഗും പ്ലാസ്റ്റിക് ഉൽപ്പന്ന വ്യാപാരം, സൈറ്റ് പരിശോധന അഭ്യർത്ഥനകൾ എന്നിവയടക്കം ഓൺലൈനാക്കിയിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ, മറൈൻ വർക്കുകൾ, വ്യാവസായിക പ്രവർത്തനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ലൈസൻസുകൾ ഇനി ഓൺലൈനായി ലഭിക്കും. നടപടിക്രമങ്ങൾ ലളിതമാക്കിയതിന്റെ ഗുണം നിക്ഷേപകർക്കും ലഭിക്കും. ഇന്ത്യൻ എംബസിയിൽ മഹാത്മാഗാന്ധിയുടെ 155-ാം ജന്മവാർഷികവും അന്താരാഷ്ട്ര അഹിംസാ ദിനവും ആചരിച്ചു. ചടങ്ങിൽ എംപിമാരായ അബ്ദുള്ള ഖലീഫ അൽ റൊമൈഹി, മുഹമ്മദ് ഹുസൈൻ ജനാഹി, ഹസൻ ഈദ് ബുഖമാസ്, ഇന്ത്യൻ അംബാസഡർ വിനോദ് കെ ജേക്കബ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. അംബാസഡറും എംബസി ഉദ്യോഗസ്ഥരും രാഷ്ട്രപിതാവിന് പുഷ്പങ്ങൾ അർപ്പിച്ചു. അംബാസഡർ അറബിയിലും ഇംഗ്ലീഷിലും സ്വാഗത പ്രസംഗം നടത്തി. ഗാന്ധിയൻ ചിന്തയെക്കുറിച്ചും പതിറ്റാണ്ടുകളായി അത് ആഗോളതലത്തിൽ ചെലുത്തുന്ന ആഴത്തിലുള്ള സ്വാധീനത്തെക്കുറിച്ചും എംപിമാർ അവരുടെ ചിന്തകൾ പങ്കുവച്ചു. അറബ് ലോകത്ത് ഗാന്ധിജി വഹിച്ച പങ്കിനെക്കുറിച്ചും എംപിമാർ ചൂണ്ടിക്കാട്ടി. 2007 മുതൽ ഒക്ടോബർ 2 അന്താരാഷ്ട്ര തലത്തിൽ അഹിംസാ ദിനമായി ആചരിക്കുകയാണ്. ചടങ്ങിൽ മഹാത്മാഗാന്ധിയുടെ ജീവിതം ചിത്രീകരിക്കുന്ന ചിത്രങ്ങളുടെ പ്രദർശനവും നടന്നു. ശുചിത്വ പരിപാടിയുടെ ഭാഗമായി സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിനും നടന്നു. ഗുണമേന്മയുള്ള നിത്യോപയോഗ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടേതുൾപ്പെടെ വിതരണത്തിൽ കാര്യക്ഷമതയാർന്ന സേവന മികവ് കൊണ്ട് ശ്രദ്ധയാകർഷിച്ച പാരാമൗണ്ട് ഉപഭോക്താക്കൾക്കായി ഹോട്ട്ബെയിൻമാരെയും അവതരിപ്പിക്കുന്നു. ഉപകാരപ്രദമാകുന്ന ഉൽപ്പന്നങ്ങൾ ഉപഭോക്താവിന് പരിചയപ്പെടുത്തുന്നതിൽ എന്നും മുൻപന്തിയിലാണ് മിഡിൽ ഈസ്റ്റിലെ പ്രമുഖ സേവന ദാതാക്കളായ പാരാമൗണ്ട്. ഹോട്ട്ബെയിൻമാരിയുടെ സഹായത്തോടെ ഭക്ഷണം കേടാവാതെ സൂക്ഷിക്കാനും ചൂടോടെ വിതരണം ചെയ്യാനും സാധിക്കും. നിലവിൽ ഈ ഉപകരണം പാരാമൗണ്ടിൽ ലഭ്യമാണ്. റെസ്റ്റോറൻറ്റുകളിലും കഫ്തീരിയകളിലും കൂടുതലായി ഉപയോഗിക്കുന്ന ഹോട്ട്ബെയിൻ മാരി കാറ്ററിംഗ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഏവർക്കും ഏറെ പ്രയോജനപ്പെടുന്ന ഉപകരണമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9688989539 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ PCWF ബഹ്റൈൻ കലാവേദി സംഘടിപ്പിച്ച ഓണോത്സവം 2024 നടന്നു. PCWF ഒരുക്കുന്ന സ്ത്രീധനരഹിത വിവാഹ സംഗമം സ്ത്രീകളുടെ മൂല്യം ഉയർത്തുന്നുവെന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത ഐമാക് BMC മാനേജിംഗ് ഡയറക്ടർ ഫ്രാൻസിസ് കൈതാരത്ത് പറഞ്ഞു. 2025 ജനുവരി 4, 5 തീയതികളിൽ പൊന്നാനിയിലാണ് സ്ത്രീധനരഹിത വിവാഹ സംഗമം നടക്കുക. മാതൃകാപരമായ പ്രവർത്തനമാണെന്നും പ്രവാസി സമൂഹവും യുവതലമുറയും സ്ത്രീധനം എന്ന വിപത്തിനെതിരെ ചിന്തിക്കണമെന്നും നടൻ പ്രകാശ് വടകര പറഞ്ഞു. PCWF പ്രസിഡന്റ് മുഹമ്മദ് മാറഞ്ചേരി അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം ചെയർമാൻ ഷിഹാബ് വിളിയങ്കോട് സ്വാഗതം പറഞ്ഞു. നടി ജയ മേനോൻ മുഖ്യ അതിഥിയായിരുന്നു. ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് സ്ഥാപകൻ സയ്യിദ് ഹനീഫ്, റസാഖ് ബാബു വല്ലപ്പുഴ എന്നിവർ ആശംസകൾ നേർന്നു. സല്ലാഖ് ബഹ്റൈൻ ബീച്ച് ബേ റിസോർട്ടിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികൾ ഒരുക്കിയിരുന്നു. പൂക്കള മത്സരം, ഓണപ്പാട്ട്, ഗ്രൂപ്പ് ഡാൻസ്, സോളോ ഡാൻസ്, സഹൃദയ, നാടൻ പാട്ട്, കോൽക്കളി, കുട്ടികൾക്കുള്ള മത്സരങ്ങൾ എന്നിവയ്ക്ക് പ്രോഗ്രാം കൺവീനർ ഹസൻ VM മുഹമ്മദ്, ട്രഷറർ PT അബ്ദുറഹ്മാൻ, ജസ്നി സെയ്ദ്, ലൈല റഹ്മാൻ, സിതാര നബീൽ, സ്നേഹ ശ്രീജിത്ത്, ധന്യ പ്രജോഷ് എന്നിവർ നേതൃത്വം നൽകി. വടംവലി, ഷൂട്ടൌട്ട്, ഉറിയടി, നീന്തൽ മത്സരം എന്നിവ ഷമീർ ലുലു, അൻവർ VM, അഷ്റഫ്, നബീൽ, മുസ്തഫ, റയാൻ സെയ്ദ് എന്നിവർ നിയന്ത്രിച്ചു. ഓൺലൈനിൽ നടത്തിയ ഓണപ്പാട്ട്, നാടൻപാട്ട്, മലയാളി മങ്ക, ക്യൂട്ട് ബേബി, മലയാളി കപ്പിൾസ് എന്നീ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ മുഖ്യ രക്ഷാധികാരി ബാലൻ കണ്ടനകം, ജനറൽ സെക്രട്ടറി ഷഫീഖ് പലപ്പെട്ടി, കലാവേദി
കലാവേദി കൺവീനർ നസീർ പൊന്നാനി, പ്രോഗ്രാം വൈസ് ചെയർമാൻ ഫിറോസ് വിളിയങ്കോട്, വനിതാ വിംഗ് രക്ഷാധികാരി സമീറ സിദ്ദീഖ് എന്നിവർ നൽകി. പ്രോഗ്രാം കോർഡിനേറ്റർ സദാനന്ദൻ കണ്ണത്ത് നന്ദി പറഞ്ഞു. തിരുനബി ജീവിത ദർശനം ശീർഷകത്തിൽ ICF മീലാദ് ക്യാമ്പയിനിന്റെ ഭാഗമായി ഇസ ടൗൺ മജ് ഉത്ലിമിൽ ഖുറാൻ മദ്രസ സംഘടിപ്പിക്കുന്ന മീലാദ് ഫെസ്റ്റ് വെള്ളിയാഴ്ച വൈകിട്ട് 4-ന് BMC ഹാളിൽ നടക്കും. പിഞ്ചുമക്കളുടെയും വിദ്യാർത്ഥികളുടെയും കലാവിരുന്ന്, ദഫ്മുട്ട്, ഫ്ലവർ ഷോ, പൂർവ്വ വിദ്യാർത്ഥികളുടെ പരിപാടികൾ, പൊതുസമ്മേളനം, സമ്മാന സർട്ടിഫിക്കറ്റ് വിതരണം, ഭക്ഷണ വിതരണം തുടങ്ങിയവ നടക്കും. അബ്ബാസ് മണ്ണാർക്കാട്, CK അഹമ്മദ് ഹാജി, ഷെനിൽ ബഷീർ അസ്ലമി, ഫിറോസ് ഖാൻ, റാഷിദ് ഹാൽവി, സയ്യിദ് മുസ്ലിയാർ തുടങ്ങിയവർ നേതൃത്വം നൽകും. ബഹ്റൈനിലെ കാസർഗോഡ് നിവാസികളുടെ കൂട്ടായ്മയായ കാസർഗോഡ് ജില്ലാ പ്രവാസി അസോസിയേഷൻ ഓണാഘോഷം ഉണ്ണിരാജിനൊപ്പം സംഘടിപ്പിച്ചു. പ്രശസ്ത ചലച്ചിത്ര സീരിയൽ താരം ഉണ്ണിരാജ് മുഖ്യാതിഥിയായിരുന്നു. ജനറൽ സെക്രട്ടറി രാജീവ് വെള്ളിക്കോടത്ത് സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് രാജേഷ് കോടത്ത് അധ്യക്ഷത വഹിച്ചു. ട്രഷറർ നാസർ ടെക്സിം, ജോയിന്റ് സെക്രട്ടറി മണി മങ്ങാട്, എന്റർടൈൻമെന്റ് സെക്രട്ടറി ഹാരിസ് ഉളിയത്തടുക്ക, മെമ്പർഷിപ്പ് സെക്രട്ടറി രഞ്ജിത്ത്, കമ്മിറ്റി അംഗങ്ങളായ സുരേഷ് പുണ്ടൂർ, അബ്ദുറഹ്മാൻ, അഷ്റഫ് മാളി, ജയപ്രകാശ്, മണി മങ്ങാട്, വനിതാ വിഭാഗം കൺവീനർ അമിത സുനിൽ, രക്ഷാധികാരി ഷാഫി പാറക്കാട്ട എന്നിവർക്കൊപ്പം വിശിഷ്ടാതിഥികളും ചേർന്ന് തിരിതെളിയിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഭാര്യയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിക്കൊന്ന ഭർത്താവിന് ഇരട്ട ജീവപര്യന്തം കഠിന തടവും 9 ലക്ഷം രൂപ പിഴയും. മടവൂർ സീമന്തപുരം മയിലാടും പൊയ്കയിൽ വീട്ടിൽ അമ്പിളിയാണ് കൊല്ലപ്പെട്ടത്. 2017 ഫെബ്രുവരി 10-ന് വെളുപ്പിന് കല്ലമ്പലം നാവായിക്കുളം ചിറ്റായിക്കോട് ഉദയഗിരി റോഡിലുള്ള ബീന ഭവൻ വീട്ടിൽ വെച്ചാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. അമ്പിളിയുടെ ഭർത്താവായ നഗരൂർ വെള്ളല്ലൂർ ചെറിവിള വീട്ടിൽ അട്ടപ്പൻ എന്ന് വിളിക്കുന്ന അജിയെയാണ് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് ജഡ്ജി പ്രസൂൻ മോഹൻ ശിക്ഷിച്ചത്. അജിയുടെ മാനസികവും ശാരീരികവും പീഡനം മൂലം അജിയുമായി അകന്നു കഴിയുകയായിരുന്നു അമ്പിളി. അജിക്കെതിരെ പോലീസിൽ പരാതി കൊടുത്തിരുന്നു. അജിയെ ഭയന്ന് ചിറ്റയക്കോടുള്ള കൂട്ടുകാരെ ബീനയുടെ വീട്ടിൽ മകളോടൊപ്പം താമസിക്കുകയായിരുന്നു അമ്പിളി. 2017 ഫെബ്രുവരി 10-ന് രാവിലെ 5:30-ന് വീട്ടിൽ അതിക്രമിച്ചു കയറി. അജി കൂടെ ചെല്ലാൻ നിർബന്ധിച്ചു. കൂടെ ചെല്ലാതിരുന്ന അമ്പിളിയെ തയ്യാറായില്ല. തുടർന്ന് അടുത്ത വീട്ടിൽ മുറ്റത്ത് വെച്ചിരുന്ന ബൈക്കിൽ നിന്നും പെട്രോൾ ഊറ്റി അമ്പിളിയുടെ ദേഹത്തൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. ഗുരുതരമായി പൊള്ളലേറ്റ അമ്പിളിയെ കൂട്ടുകാരിയും മറ്റും ചേർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. ചികിത്സയിലിരിക്കെ അമ്പിളി 2017 ഫെബ്രുവരി 15-ന് മരണപ്പെട്ടു. ഈ കേസിലെ ശിക്ഷയാണ് പിന്നീട് വിധിച്ചത്. പ്രതി പിഴ ഒടുക്കുകയാണെങ്കിൽ തുക മരണപ്പെട്ട അമ്പിളിയുടെ 2 മക്കൾക്കും തുല്യമായി വിധിക്കുവാൻ കോടതി വിധിച്ചു. പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് K വേണി കോടതിയിൽ ഹാജരായി. വയനാട് ചുരത്തിൽ 9-ാം വളവിന് സമീപം റോഡിന് കുറുകെ മരം വീണ് മണിക്കൂറുകളോളം വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. കൽപ്പറ്റയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. വൈകിട്ട് 6 മണിക്കാണ് സംഭവം. കണ്ണൂർ വെടിവെപ്പിൻ ചാലിന് അങ്കണവാടിയിൽ 3.5 വയസ്സുകാരൻ വീണ് പരിക്കേറ്റ സംഭവത്തിൽ അങ്കണവാടി വർക്കറെയും ഹെൽപ്പറെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. സംഭവം ശ്രദ്ധയിൽപ്പെട്ടയുടനെ മന്ത്രി വീണ ജോർജ് അടിയന്തര അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അന്വേഷണത്തിൽ സംഭവം രക്ഷിതാക്കളെയും മേലധികാരികളെയും അറിയിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. കുട്ടിക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. തലയിൽ ആഴത്തിൽ മുറിവേറ്റ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാൻ അങ്കണവാടി ജീവനക്കാർ തയ്യാറായില്ലെന്നും കുടുംബത്തിന്റെ പരാതിയുണ്ടായിരുന്നു. കുട്ടിക്ക് പരിക്ക് പറ്റിയ വിവരം ജീവനക്കാർ മാതാപിതാക്കളെയും അറിയിച്ചില്ല. ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ക്ഷേത്രത്തിനകത്ത് കുറി തൊടാൻ 10 രൂപ വരെ ഭക്തരിൽ നിന്ന് ഫീസ് ഈടാക്കാൻ സ്വകാര്യ കക്ഷികൾക്ക് അവകാശം നൽകുന്നതിന് ടെൻഡർ വിളിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപടിയെ വിമർശിച്ച് ഹൈക്കോടതി. എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം നടപ്പന്തലിൽ 4ഇടത്ത് ചന്ദനവും കുങ്കുമവും ഭസ്മവും അടങ്ങിയ തട്ട് വയ്ക്കാനുള്ള അവകാശം ടെൻഡർ ചെയ്ത് നൽകുന്നതിനെതിരായ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. ക്ഷേത്രത്തിനകത്താണോ കുറി തൊടാൻ പണം വാങ്ങുന്നതെന്ന് ആരാഞ്ഞ കോടതി ഭക്തരെ ചൂഷണം ചെയ്യുന്നത് അനുവദിക്കാനാവില്ലെന്നും വ്യക്തമാക്കി. ഭക്തരെ ആരും ചൂഷണം ചെയ്യാതിരിക്കാനാണ് ഈ നടപടിയെന്നും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നില്ലെന്നും ദേവസ്വം ബോർഡ് വിശദീകരിച്ചു. ബോർഡിന് ലക്ഷ്യങ്ങൾ ലഭിക്കുമ്പോൾ കരാറുകാരന് കോടികളുണ്ടാകും ലഭിക്കുകയെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കോടതിയിൽ സമർപ്പിച്ച ദൃശ്യങ്ങളിൽ കണ്ട പണം വാങ്ങുന്നയാളെ തിരിച്ചറിഞ്ഞ വിവരങ്ങൾ കൈമാറണമെന്നും കോടതി നിർദ്ദേശിച്ചു. എരുമേലി സ്വദേശികളായ മനോജ് എസ് നായർ, അരുൺ സതീഷ് എന്നിവരാണ് ഹർജി നൽകിയത്. ശബരിമലയിലേക്ക് പോകുന്ന തീർത്ഥാടകർ എരുമേലി പേട്ടതുള്ളലിലും ക്ഷേത്രക്കടവിൽ കുളിയും കഴിഞ്ഞ് നെറ്റിയിലും ദേഹത്തും മറ്റും കുറി ചാർത്തി ദർശനം നടത്തുന്ന ആചാരം നിലവിലുള്ളതായും ഹർജിയിൽ പറയുന്നു. പല ക്ഷേത്രങ്ങളിലും സൗജന്യമായി നൽകുന്ന ചന്ദനവും കുങ്കുമവും ഭസ്മവും ഉപയോഗിച്ചാണ് ഭക്തർ കുറി തൊടുന്നത്. ഇതിനു പകരമായി ഭൂരിപക്ഷം ഭക്തരും ക്ഷേത്ര ഭണ്ഡാരത്തിൽ പണം ഇടാറുമുണ്ട്. എരുമലയിൽ ഈ തുക ദേവസ്വം ബോർഡിനാണ് ലഭിക്കുന്നത്. മതാചാരം അനുഷ്ഠിക്കാനുള്ള ഭരണഘടനാനുസൃതമായ അവകാശത്തിന്റെ ലംഘനവും സ്വേച്ഛാപരവും നിയമവിരുദ്ധവുമായ നടപടിയാണ് പണപ്പിരിവിന് തട്ടുവെക്കലെന്നും ഹർജിയിൽ പറഞ്ഞു. തുടർന്ന് ഹർജി ചൊവ്വാഴ്ച പരിഗണിക്കാൻ മാറ്റി. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.
BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.